ഡയറി മിൽക്ക് സിൽക്ക് ബബ്ലി ഹായ് ഹലോ. കുറച്ച് നാളുകൾക്ക് ശേഷം കേട്ടോ വണ്ടി എടുത്തൊന്ന് പുറത്തിറങ്ങി. ഭയങ്കര മടിയാ വണ്ടി എടുക്കാൻ. എന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ ബ്ലോക്കിന്റെ ഉള്ളിൽ കൂടിയാ ഇങ്ങനെ കൊണ്ടുപോകണ്ടേന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിയില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ചാല് താമരശ്ശേരി പോവാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് ഒന്ന് മോളെ ഡോക്ടറെ കാണിക്കണം. അതിന്റെ ഒരു വീഡിയോ ഞാൻ പ്രത്യേകിച്ച് വേറെ തന്നെ ഇടാം കേട്ടോ. കാരണം എന്താ വെച്ചാല് എന്റെ മോൾക്ക് ഒറ്റ സെക്കൻഡ് ചേട്ടാ, ഞാൻ ഒന്നാ നോക്കിക്കോട്ടെ. മോൾക്ക് കാൽക്ക് വെണ്ട് കീറലുണ്ടായിരുന്നു. അപ്പൊ അതിന് അവിടെ പൂനൂര് ഒരു ഹോമിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മാറ്റമുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാട്ടോ സ്പെഷ്യൽ വീഡിയോ ആക്കിയിട്ടിടാന്ന് പറഞ്ഞത്. മുമ്പത്തെ കാലം ഇപ്പോഴത്തെ കാലമൊക്കെ ഞാൻ കാണിച്ചു തരാം. അത്രമേൽ കുറച്ചധികം ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ട്രീറ്റ്മെന്റ്, എന്താ പറയാ, ആയുർവേദം തൊട്ടിട്ട് വലിയ വലിയ ഹോസ്പിറ്റലിൽ വരെ കാണിച്ചിട്ട് മാറ്റില്ലാത്തതാട്ടോ. അപ്പൊ ഒരു ഹോമിയോ ഡോക്ടറെ കൊണ്ട് മാറിയത്. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് അരുണിന്റെ ഫോണ് പൊട്ടിപ്പോയിട്ട് ഒരു മാസാവാനായി. അപ്പം പൊട്ടിപ്പോയതല്ല കേട്ടോ, ആൾക്ക് കുറച്ച് മുൻശുണ്ടി കൂടുതലാണെന്ന് അറിയാമല്ലോ. അപ്പൊ ദേഷ്യം പിടിച്ചിട്ട് എറിഞ്ഞതാണ്. അപ്പൊ ഫോൺ എന്നിട്ട് നന്നാക്കാണ്ട് നടക്കുക. എന്നോട് തന്നെ വാശി പിടിച്ചിട്ടാട്ടോ, ഞാൻ ദേഷ്യം വിളിപ്പിച്ചപ്പോ എറിഞ്ഞതാണ്. അപ്പോ കൊറേ ഐഫോൺ ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ വിട്ടാ ശരിയാവൂലോ. എന്നപ്പോ ഞാൻ വിചാരിച്ചു ഒരു ഫോൺ മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ഓന്റെ ഫോൺ നന്നാക്കാൻ പറ്റൂട്ടോ. സാംസങ്ങിന്റെ നല്ല ലേറ്റസ്റ്റ് ഫോണൊക്കെ തന്നെയാണ് ഓന്റെ കയ്യിലുള്ളത്. അപ്പൊ അതിന്റെ ഡിസ്പ്ലേ പോയത് കണ്ടാണ് 8000 രൂപ കണ്ടാ പറയുന്നത് നന്നാക്കാൻ വേണ്ടിട്ട്. അപ്പോ ഞാൻ വിചാരിച്ചു അത് നന്നാക്കുന്നതിനെക്കാട്ടി നല്ല പുതിയൊരു ഫോൺ എടുക്കാന്നാണ് വിചാരിച്ചത്. എനിക്ക് ഈ ആൻഡ്രോയിഡിനെ പറ്റി വലിയ പിടുത്തല്ലാത്തതാണ്. കാരണം എന്താ വെച്ചാല് ഞാനൊരു 10 വർഷത്തിന്റെ അങ്ങോട്ടായി ഐഫോൺ മാത്രം യൂസ് ചെയ്തിട്ട് പോകച്ച് പറയല്ല കേട്ടോ. സത്യസന്ധമായിട്ട് പറയാണ്, ഐഫോൺ ഉപയോഗിച്ച ആൾക്കാർക്ക് അറിയാം, അവർക്ക് പിന്നെ ആൻഡ്രോയിഡിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓന് ഐഫോൺ ഇട്ട് ശരിയാവില്ല കേട്ടോ. കാരണം ബസ്സിൽ പോകുന്നതാണ്. ഓന് പറഞ്ഞത് പോണം ബാറ്ററിന്റെ ഒരു നമുക്ക് ചാർജ് നിൽക്കാത്തൊരു വിഷയം ഐഫോണിൽ എല്ലാവർക്കും ഉള്ളതറിയാലോ. പക്ഷെ ഈ ആൻഡ്രോയിഡ് ഓനറിയാതെ ഏതെടുത്ത് കൊടുക്കണം എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കത് പിടുത്തല്ലാത്ത, എനിക്ക് പിടുത്തുള്ളത് ഐഫോൺ തന്നെയാണ്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഐഫോൺ തന്നെ മേടിച്ചേക്കാം. ഇനി അവന് വേണ്ട വെച്ചാല് എന്റെ മോൻ എടുക്കാമല്ലോ എന്നുള്ള രീതിയിലാട്ടോ. അവന് യൂസ് ചെയ്യുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം എന്താ വെച്ചാല് ആൻഡ്രോയിഡ് ഓന്റെ ഫേവറേറ്റ് ആണ്. ഈ ഐഫോണ് ഓൻ ശരിയാവൂല. കാരണം ചില സമയത്ത് എന്റെ ഫോൺ കൊണ്ടുപോയാൽ പറയും എന്നെ കൊണ്ട് പറ്റൂല ഇത് കൊണ്ടിട്ട് എടുക്കാനെന്ന് പറയുന്നതാണ്. എന്നാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ മേടിച്ചു കൊടുക്കുമ്പോൾ നല്ലത് തന്നെ മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പം എന്റെ കയ്യിലുള്ളത് ഒന്ന് 15 Pro ആണ്, ഒന്ന് 17 Pro. അപ്പൊ ഞാൻ ആദ്യം 17 Pro എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു സെയിം സാധനം വീട്ടില് വേറൊരാൾക്കൂടിയും ഞാനും ഓനും ഒരുമിച്ചാണ് എപ്പോഴും ഉണ്ടാവാറ്. ഈ പറഞ്ഞതുപോണം വീഡിയോസ് എടുക്കുമ്പോൾ ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടാവില്ല. ഓന് പ്രത്യേകിച്ച് ഒരു വീഡിയോ എടുക്കാനും നിൽക്കാറില്ല. ആദ്യമൊക്കെ എടുക്കുക കഴിഞ്ഞിട്ടോ വണ്ടിയിലൊക്കെ പോകുമ്പോ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടാൾക്കും സെയിം ഫോൺ ആവശ്യമില്ലാതെ. അപ്പൊ 15 ഉണ്ട് 17 ഉണ്ട്. അപ്പൊ 16 മേടിക്കുക എന്നുള്ള ഒരു പ്ലാൻ. പ്രോയും മേടിക്കുന്നില്ല, 16 തന്നെ ആക്കാന്ന് വിചാരിച്ചു. കാരണം 2 Pro ഉണ്ടല്ലോ. പിന്നെ പ്രോ മാക്സ് എനിക്ക് വലിയ ഇഷ്ടമല്ലാത്ത കേട്ടോ. കാരണം കയ്യിൽ ഒതുങ്ങൂല. സത്യം പറഞ്ഞ എന്താ 17 Pro എടുക്കുന്ന സമയത്ത് എന്റെ മോൻ ഒരുപാട് പറഞ്ഞു പ്രോ മാക്സ് എടുക്കുക, അതായിരിക്കും നല്ലതെന്ന്. പക്ഷെ എനിക്ക് അതിനോടും താല്പര്യമില്ല. അപ്പോൾ 15 Pro ഉണ്ട് 17 Pro ഉണ്ട്. അപ്പൊ 16 മേടിക്കാന്ന് വിചാരിച്ചു. പിന്നെ കളറിന്റെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോ എന്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നേ ഒരു 16. അപ്പൊ അതിന്റെ കളറ് കണ്ടപ്പം സലീം പറഞ്ഞു ആ ഫോണ്
അവർ നിർബന്ധമായിട്ടും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓനും കൊണ്ടുപോയി. അപ്പം ഞാൻ എനിക്ക് ഫേവറേറ്റ് കളർ പിങ്ക് ആണ്. അപ്പം ഞാൻ പിങ്ക് ഒന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞു. സിസ്റ്റർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു മൈജിയിൽ. കൊയിലാണ്ടി മൈജിയിലേക്ക് വിളിച്ച സമയത്ത് അവർ പറഞ്ഞു 16 സ്റ്റോപ്പ് ചെയ്തു, ആകെ 15 മാത്രമേ ഉള്ളത്. പിന്നെ താമരശ്ശേരിയിലേക്ക് വിളിച്ചു നോക്കുന്ന സമയത്ത്, കോഴിക്കോടേക്ക് വിളിച്ചു നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ 16 ഉണ്ട്. ഇവനെന്തിനാ ഇങ്ങനെ പറഞ്ഞെന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ ഏട്ടത്തി പറഞ്ഞത് വൈറ്റും ബ്ലൂവും ഉണ്ട്. അപ്പൊ ഞാൻ സിസ്റ്ററിന്റെ മോനെ വിളിച്ചു നോക്കിയപ്പോ പറഞ്ഞെന്താ വെച്ചാല് ജസ്റ്റ് വൈറ്റ് എടുത്തോളി, അതായിരിക്കും നല്ലത് എന്നാണ്. പ്രത്യേകിച്ച് അഞ്ച് പറഞ്ഞതിന്റെ അതിൽ യൂസ് ചെയ്യാനാണല്ലോ. അവിടെ പോയി നോക്കട്ടെ, കളർ ഏതാന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ ഫോണൊക്കെ മേടിക്കാൻ പോകുന്നല്ലേ, അപ്പൊ വിചാരിച്ചു ഞാൻ കാർ എടുത്തിട്ട് തന്നെ പോകാം. പക്ഷെ കാറിലല്ല കേട്ടോ, ഫോൺ മേടിക്കാൻ പോണു ഓട്ടോ അല്ല, വാപ്പാന്റെ കൂടെയാ. അവിടെ വരെ പോകുന്നു. ഒരു 5 ലിറ്റർ അടിച്ചോണ്ട് അപ്പൊ ഇന്ധനം അടിക്കാണ്. അപ്പൊ അങ്ങനെയാണ് ബാക്കി വിശേഷങ്ങള്. അവിടെ എത്തിയിട്ട് കൊണ്ടുകൊടുത്ത പുകിലൊന്നും കെട്ടിയില്ല ഇങ്ങോ, കേട്ടില്ലേ? ഒരുപാട് പുകില് പണ്ടായി ഇങ്ങോ. ഓൾക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണ്ടേ? അങ്ങനെ. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പെട്രോൾ അടിച്ചാട്ടെ കേട്ടോ, പറഞ്ഞുതരാം. പോവാൻ പറ്റുന്നില്ല. ഓ എന്താ പത്തിരിക്ക് കട്ടി കൂടിയേ? ഇവിടെ അല്ല, പത്തിരിക്കൊക്കെ കറി അല്ല കട്ടി കൂടിയേക്ക് കറി, തൊയ്ത്ത് കറി. ചായ മധുരം വേണ്ട. അപ്പൊ ഞാൻ ചായ കുടിക്കട്ടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഫോൺ മേടിക്കാൻ ഇറങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓട്ടോയിലാണ് പോവുകയെന്ന്. അങ്ങനെ ഓട്ടോയിലാണ് പോയത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത പാർട്ടായിട്ട് കേട്ടോ, കാരണം ലോങ് ലെങ്തായി പോവും. അപ്പോൾ അടുത്ത പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യൂ കേട്ടോ.